BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ഇന്നലെ വീക്കിലി ടാസ്കിൽ വിജയിച്ച അക്ബറിന് പണിപ്പുരയിൽ കയറാനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത്. അപ്പം അക്ബറിന് നൽകിയിരിക്കുന്നത് 500 പോയിന്റും 20 സെക്കൻഡുകളുമാണ് പണിപ്പുരയിൽ കയറാൻ വേണ്ടി നൽകിയിരിക്കുന്നത്. ഓൾറെഡി ഇവരുടെ ഫുഡ് ഐറ്റംസ് എല്ലാം തീർന്നിരിക്കുകയാണ്. പിന്നെ ഇന്നലെ പോയി അക്ബറിനോട് പറയുന്നുണ്ട്, നമുക്ക് ആകെ ഗോതമ്പും ഉരുളക്കിഴങ്ങും മാത്രമാണുള്ളത്, അത് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ ആണെങ്കിലും എല്ലാവരും ഓരോ ചപ്പാത്തി ഇതൊക്കെയാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ്. അതുകൊണ്ട് തന്നെ അക്ബർ പോകുന്നതിന് മുമ്പ് എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ ഫുഡ് ഐറ്റംസിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്, ഫുഡ് എടുത്തിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു പണിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇവർക്കൊരു പണി കൊടുക്കുന്നുണ്ട്. അതായത് ഈ തവണ പണിപ്പുരയിൽ ഉണ്ടാവുക അക്ബറിൻ്റെ ആവശ്യമായ സാധനങ്ങൾ മാത്രമായിരിക്കും. അതായത് അക്ബറിൻ്റെ ഡ്രസ്സുകൾ, ഫുഡ് വെയറുകൾ, അക്സസറീസ്, പിന്നെ അക്ബറിന് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡ് ഐറ്റംസും ഉണ്ടാകും. അതല്ലാതെ ഹൗസിലെ മറ്റംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും അക്ബർ അപ്പോഴും ഫുഡ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണ്. ആദ്യത്തെ പണിപ്പുര ടാസ്കിൽ പണി കിട്ടിയതുകൊണ്ട് തന്നെ ഇത്തവണ എല്ലാ സാധനങ്ങളും ഇടാൻ വേണ്ടി വേസ്റ്റ് കവറൊക്കെ എടുത്തുകൊണ്ടാണ് അക്ബർ പോകുന്നത്. പക്ഷേ ബിഗ് ബോസ് അത് പണിപ്പുരയുടെ ഉള്ളിലേക്ക് കയറ്റാൻ സമ്മതിക്കുന്നൊന്നുമില്ല. കൂടാതെ അവിടെയും ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ബിഗ് ബോസ് അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, കണ്ണിൽ മിന്നലടിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ. അപ്പോൾ തന്നെ മറ്റ് ടീം അംഗങ്ങൾക്കെല്ലാം മനസ്സിലായി പണിപ്പുരയിൽ വേറെന്തോ ഒരു പണി ബിഗ് ബോസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ അക്ബർ കയറിയപ്പോഴേക്കും മിന്നലടിക്കുന്നത് പോലെ ലൈറ്റ് ഓഫ് ആകുകയും ഓൺ ആകുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അക്ബർ വളരെ തന്ത്രപരമായി പിങ്ക് കവർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആദ്യത്തെ 5 സെക്കൻഡുകൾ കൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയ വസ്തുക്കളായിട്ട് എടുത്ത് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി അക്ബർ റെഡിയാവുന്നില്ല. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഒന്നും കൂടി ട്രൈ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും റിസ്ക് എടുക്കാൻ പേടിയായതുകൊണ്ടും എല്ലാവരും തന്നെ വിശന്നിരിക്കുന്നത് കൊണ്ടും കിട്ടിയ ഫുഡ് ഐറ്റം എങ്കിലും സേവ് ചെയ്യാന്ന് കരുതി പിന്നെ അക്ബർ തിരിച്ച് പണിപ്പുരയിലേക്ക് കയറുന്നില്ല. എന്തായാലും ഫസ്റ്റ് പണിപ്പുര ടാസ്കിലെ പോലെ ഒന്നും കിട്ടാതിരുന്നില്ല. ഒരു 5-6 ഐറ്റം എടുത്തുകൊണ്ട് അക്ബർ എന്തായാലും ലിവിങ് ഏരിയയിലേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവരും കൂടി പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 690 പോയിന്റുകളുടെ സാധനങ്ങളാണ് അക്ബർ എടുത്തിരിക്കുന്നത്. പക്ഷെ അക്ബറിന് ലഭിച്ചിരിക്കുന്നത് 500 പോയിന്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും എക്സ്ട്രാ എടുത്ത പോയിന്റിനുള്ള സാധനങ്ങൾ തിരിച്ചു വെക്കണം. പക്ഷെ അനീഷ് പറയുന്നുണ്ട്, എക്സ്ട്രാ എടുത്ത സാധനങ്ങൾ മാത്രമല്ല മുഴുവനും വെക്കേണ്ടി വരും, ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓൾറെഡി വിശന്നിരിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ തന്നെ അനീഷ് എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അക്ബറും നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്, താനെന്ത് മനുഷ്യനാണോ, എല്ലാവരെ പോലെ താനും പട്ടിണിയല്ല കിടന്നത്, രാവിലെ എല്ലാവരും ഒരു ഗോതമ്പ് ദോശയല്ലേ കഴിച്ചെന്നൊക്കെ ചോദിച്ച് അക്ബർ ദേഷ്യപ്പെടുന്നുണ്ട്. ആ പണിശരത്തൊക്കെ ലാസ്റ്റ് കയ്യാങ്കളി വരെ ആവുന്നുണ്ട്. അപ്പം ഒനിയിലും പറയുന്നുണ്ട്, ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തവരുടെ കൂടെ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊക്കെ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്. ഒരു തരം താന്ന കണ്ടസ്റ്റൻ്റ് ആണ് അനീഷ് എന്നൊക്കെ ഒനിയിൽ നല്ല ദേഷ്യത്തിൽ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. ആ പണിശരത്തിൻ്റെ ഒക്കെ കൺട്രോൾ വിട്ടു പോകുന്നുണ്ടെങ്കിലും ഫിസിക്കൽ അസോൾട്ട് പറ്റാത്തത് കൊണ്ടും എല്ലാവർക്കും ബിഗ് ബോസിനുള്ളിൽ നിൽക്കണമെന്ന ആവശ്യമുള്ളത് കൊണ്ടും എല്ലാവരും സ്വയം കൺട്രോൾ ചെയ്ത് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. എന്തായാലും ലാസ്റ്റ് എല്ലാവരും പറയുന്നുണ്ട്, താനൊന്നും പറയണ്ട, അക്ബറിൻ്റെ ടാസ്ക്കാണ്, അക്ബർ തീരുമാനിച്ചോളും എന്ത് കൊടുക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോഴേക്കും എന്തായാലും ബിഗ് ബോസ് ഇടപെടുന്നുണ്ട്. ബിഗ് ബോസ് പറയുന്നുണ്ട്, എക്സ്ട്രാ എടുത്ത 190 പോയിന്റിൻ്റെ സാധനങ്ങൾ മാത്രം തിരികെ വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അക്ബർ എന്തായാലും എല്ലാവരോടും കൂടി ആലോചിച്ച് ഒരു ബർഗർ നോൺ വെജ് അതിന് 100 പോയിന്റാണ്, പിന്നെ ഒരു ഹാഫ് ഷവായി അത് 100 പോയിന്റാണ്, അങ്ങനെ 200 പോയിന്റ് തിരികെ വെക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി സാധനങ്ങളാണ് അക്ബർ എടുത്തിരിക്കുന്നത്. അതായത് പൊറോട്ട ആൻഡ് മട്ടൻ കറിയും ഒരു ചിക്കൻ ബിരിയാണിയും ഒരു വെജ് ബർഗറും ഒരു ചിക്കൻ നൂഡിൽസും ആണ് അപ്പം അക്ബറിനെ ഈ തവണ പണിപ്പുരയിൽ കയറിയപ്പോൾ കിട്ടിയത്.